സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് സംഘടിപ്പിക്കുന്ന ദേശീയ ലേബർ കോൺക്ലേവ് ഈ മാസം 19-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. കേരളത്തിൽ നിന്നുള്ള തൊഴിൽ രംഗത്തെ പ്രമുഖരും ദേശീയാടിസ്ഥാനത്തിൽ തൊഴിലും തൊഴിലാളി പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രമുഖരും അതുപോലെ നിയമജ്ഞരും ഉടമ വിഭാഗത്തിൻ്റെ പ്രതിനിധികളും അടക്കം 100 ഡെലിഗേറ്റ്സ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നതാണ്. ഈ കോൺക്ലേവിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കും. ഒന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പുതിയ ലേബർ കോഡ് ഉണ്ടാക്കുന്ന കെടുതികളെ സംബന്ധിച്ചിടത്തോളം അത് തൊഴിലാളികളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യും. രണ്ടൊന്ന്, അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് എങ്കിലും അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി തൊഴിലാളികളുടെ പക്ഷത്തു നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും എന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, ദേശീയാടിസ്ഥാനത്തിലുള്ള കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കന്മാരൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. 29 നിയമങ്ങളാണ്. അത് ഒരു ചർച്ചയും കൂടാതെ ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്യുകയോ പാർലമെന്റിൽ വേണ്ടവണ്ണം ചർച്ച ചെയ്യുകയോ കൂടാതെ അതിനെ ഒഴിവാക്കി 4 കോഡുകളാക്കി മാറ്റിയിരിക്കുന്നത്. മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ജീവനക്കാരെ അടക്കം ബാധിക്കുന്ന പ്രശ്നമാണ് ഇത്. പക്ഷെ എന്നാൽ ഗവൺമെന്റ് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. അപ്പം ഇത് ഈ ദേശീയ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന ഈ കോൺക്ലേവ് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഇത് വളരെ ഗൗരവത്തോടുകൂടി കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺക്ലേവിന്റെ തീരുമാനങ്ങൾ കേന്ദ്ര തൊഴിൽ മന്ത്രിയും ബന്ധപ്പെട്ട അധികാരികൾക്കും സമർപ്പിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, വിദ്യാഭ്യാസ വകുപ്പിനോട് പൊതുവിൽ കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന ഒരു ചിറ്റമ്മ നയമുണ്ട്. പക്ഷെ വിദ്യാഭ്യാസ വകുപ്പിനോട് കടുത്ത ഒരു നയമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും തടഞ്ഞു വയ്ക്കാൻ കഴിയാത്ത ഫണ്ട് പോലും തടഞ്ഞു വച്ചിരിക്കുകയാണ്. 440 കോടി രൂപ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഈ തുക തടഞ്ഞു വയ്ക്കുന്നതിൽ ഒരു ന്യായവും പറയുന്നതിന് വേണ്ടി കഴിയില്ല. അതുമാത്രമല്ല, SSKയുടെ ഫണ്ട് അത് തടഞ്ഞു വച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഒരു ഗഡു 92 ഗഡു അത് റിലീസാക്കിയത് ഒഴികെ ബാക്കി കിട്ടേണ്ട കുടിശ്ശിക തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടി ഒരു പ്രതിഷേധ സമരം നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. തീയതി പിന്നാലെ നിശ്ചയിക്കും. ഉച്ചഭക്ഷണ പദ്ധതിയിലും ഒരു ചിറ്റമ്മ നയമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. 2025-26 വർഷത്തെ നടത്തിപ്പിന് വേണ്ടിയുള്ള സംസ്ഥാനത്തിനുള്ള കേന്ദ്ര വിഹിതം എന്ന് പറഞ്ഞത് 312.38 കോടി രൂപയാണ്. അതും കേന്ദ്ര വിഹിതം നൽകുന്ന കാര്യത്തിൽ ഒരു തടസ്സമായ നിലയിലുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്.
നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തീയതിക്കൊരു മാറ്റം ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു ടെൻറ്റേറ്റീവായിട്ട് പറഞ്ഞു പോയതാണ്. ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന തീയതി എന്ന് പറയുന്നത് 2026 ജനുവരി മാസം 14 മുതൽ 18 വരെയാണ്. തൃശ്ശൂർ വെച്ചാണ് നടത്താൻ വേണ്ടി നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളത്, അത് പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ്. 246 ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. 2 ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ജില്ലാടിസ്ഥാനത്തിലുള്ള മത്സരങ്ങൾ പൂർത്തീകരിച്ചു. 26 വേദികളിലായി 14,000-ഓളം വരുന്ന വിദ്യാർത്ഥിനികൾ പങ്കെടുക്കും. പ്രധാനപ്പെട്ട വേദി തേക്കിൻകാട് മൈതാനം ആക്കണമെന്നുള്ള നിലയിലാണ് ഒരാലോചനയുള്ളത്. ജനുവരി മാസം 14 രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മേള ഉദ്ഘാടനം ചെയ്യും. അടുത്ത വർഷം മുതൽ ഗൾഫിൽ നിന്നുള്ള സ്കൂളുകളിൽ നിന്നുള്ള കലാകാരന്മാർക്കും സ്കൂൾ ഒളിമ്പിക്സിൽ ചെയ്തതുപോലെ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കും. ഇപ്പോൾ സ്കൂൾ ലെവലിലുള്ള മത്സരം, സബ് ജില്ലാ നിലവാരത്തിലുള്ള മത്സരം, റവന്യൂ ജില്ലാ തലത്തിലുള്ള മത്സരം, അത് കഴിഞ്ഞിട്ട് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള മത്സരം എന്നുള്ള നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു മാനുവലിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ആ മാനുവലും അടുത്ത യുവജനോത്സവത്തിൽ പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം സ്കൂൾ ലെവലിലും സബ് ജില്ലാ ലെവലിലും കുറച്ച് റവന്യൂ ജില്ലയിലും ഒക്കെ തന്നെ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പരാജയപ്പെട്ടവർ പരാജയപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു പരാതികൾ വരികയാണ്. ആ പരാതികൾ പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടി ചില കർശന നിലപാടുകൾ നിയമപരമായി തന്നെ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുകയാണ്. ഒന്ന്, ഈ സ്കൂൾ ലെവലിൽ നടക്കുന്ന യുവജനോത്സവത്തിൽ നിരീക്ഷകനെ അയക്കുന്നുണ്ട്. അതുപോലെ സബ് ജില്ല നടത്തുന്ന യുവജനോത്സവത്തിൽ നിരീക്ഷകരുണ്ടാവും. അത് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആവണമെന്നില്ല. റവന്യൂ ജില്ലയിലും നിരീക്ഷകരുണ്ടാവും. മറ്റൊരു കാര്യം, ജഡ്ജസ് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. 3 ടേമിൽ കൂടുതൽ ഒരാളെയും കൂടുതലായി ഇരുത്താൻ വേണ്ടി പാടില്ല. എന്ന് മാത്രമല്ല, ജഡ്ജസായി വരുന്ന ടീച്ചർമാർ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ കലാ ടീച്ചർമാരാവുന്നവരെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പരാതികൾ ധാരാളം വരുന്നത്. എല്ലാ വർഷവും സംസ്ഥാനാടിസ്ഥാനത്തിൽ നടത്തുന്ന മത്സരങ്ങളിൽ ജഡ്ജസ് വിജിലൻസിന്റെ നിരീക്ഷണത്തിലാണ് നടത്തുന്നത്. അപ്പൊ എന്നാലും ചില രക്ഷകർത്താക്കൾക്ക് ഇത് സമ്മാനം കിട്ടിയില്ലെങ്കിൽ അതിലെന്തോ കുഴപ്പമുണ്ടെന്നുള്ള നിലയിൽ പരാതി പറയുകയാണ്. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രൂപത്തിൽ ഉള്ള ക്രമീകരണങ്ങൾ തയ്യാറാക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് കരുതുകയാണ്. $6,871 ടീച്ചർമാർക്ക്, SSKയുടെ കീഴിലുള്ള ടീച്ചർമാർക്ക് നമ്മൾ അവർക്ക് കുടിശ്ശിക ഉണ്ടായിരുന്ന മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്.
ഇതാണ് പിന്നെ 3 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ സ്കൂൾ ഭജനോത്സവം. 2, കോൺക്ലേവ്. 3, കേന്ദ്ര ഗവൺമെന്റ് സഹായങ്ങൾ. വേറെ എന്തെങ്കിലും പൊതു കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഈ സമരം ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ? മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് സമരം. മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് സമരം. വിദ്യാർത്ഥികളും പങ്കെടുക്കും. ഓ, അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ രംഗത്തെ താല്പര്യമുള്ള എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് കേരളം എന്നുള്ള നിലയിലാണ്. മറ്റു പല സംസ്ഥാനങ്ങളും ബന്ധപ്പെടുന്നുണ്ട്. ഇത് വളരെ വീണ്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് ഈ കാശ് ഇപ്പോൾ വീണ്ടും തടഞ്ഞു വച്ചിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരെന്ന് പറഞ്ഞാൽ ഈ കാശ് PMCയുടെ കാശല്ല. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ളതും SSK പ്രകാരമുള്ള കാശ് തടഞ്ഞു വച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്ര സഹമന്ത്രിമാരും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും കൂടി ഇടപെട്ടിട്ടാണ് ഈ ഫണ്ട് ഇപ്പോൾ തടഞ്ഞു വച്ചിരിക്കുന്നത്. അവർ ഇക്കാര്യത്തിൽ പിന്നെ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. 47 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ് ഇതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടം പൂർത്തിയായി. നഗരഭരണം പിടിക്കും. 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി ഇവിടെ കൊണ്ടുവന്ന പ്രഖ്യാപനം നടത്തുന്നതായി BJP നേതാക്കൾ പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ ആഗ്രഹവും സ്വപ്നവുമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജില്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാവും. വർക്കല മുനിസിപ്പാലിറ്റി, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി, നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി, നെയ്യാറ്റിങ്ങര മുനിസിപ്പാലിറ്റി, ഈ 4 മുനിസിപ്പാലിറ്റിയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനം ഉണ്ടാവും. ബ്ലോക്കിൽ കഴിഞ്ഞ വർഷം ഒരു ബ്ലോക്കിന്റെ കുറവുണ്ടായിരുന്നു. ആ കുറവ് കൂടി ഇപ്രാവശ്യം പരിഹരിക്കും. പിന്നെ പഞ്ചായത്തിലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ എൻ്റെ എണ്ണത്തിൽ നേരിയ വർധനവ് ഉണ്ടാവും. തിരുവനന്തപുരം നഗരസഭയിൽ BJPയുടെ പിന്നെ കൗൺസിലർമാരുടെ എണ്ണം കുറയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പിന്നെ ഇപ്പോൾ തന്നെ ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സ്ഥാനാർത്ഥിയോ രാഷ്ട്രീയ പാർട്ടികളോ പിന്നെ പ്രവചനം നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ള നിലയിൽ പിന്നെ ഒരു നിയമമുള്ളതാണ്. അതിനെ ലംഘിച്ചുകൊണ്ടാണ് ശാസ്തമംഗലം വാർഡിലെ BJP കൗൺസിലർ ആയിട്ട് മത്സരിക്കുന്ന മഹദി അവരുടെ പ്രവചനം നടത്തിയത്. CPMന്റെ ജില്ലാ സെക്രട്ടറി ജോയി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ വളരെ ഗൗരവമായ വിഷയങ്ങളെ കാണുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിലും വളരെ ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ പിന്നെ നിരന്തരമായി ശാസ്തമംഗലത്ത് മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കുകയാണ്. IPS എന്ന് വയ്ക്കാൻ പാടില്ല എന്ന് അറിഞ്ഞുകൂടാത്തവരല്ല സ്ഥാനാർത്ഥി. ജനങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി IPS എന്നുള്ള കാര്യം വെച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടു എന്നുള്ള കാര്യം ഇടപെട്ടതിന് ശേഷം അത് പിൻവലിക്കുന്നതിന് വേണ്ടി തയ്യാറായി. ഇന്നലെ വഞ്ചൂരുണ്ടായ ഒരു സംഭവം BJP മറുപടി പറയേണ്ടതാണ്. ഒരു ട്രാൻസ്ജെൻഡർ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വന്നപ്പോൾ അവരെ അപമാനിച്ച് അയക്കുകയും അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത നിലയിൽ സംഘർഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തയ്യാറാകുകയും ചെയ്തു. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തോടുള്ള BJPയുടെ സമീപനമാണോ ഇത് വ്യക്തമാക്കുന്നത് എന്നുള്ള വിവരം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കണമെന്നുള്ള കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ സംഭവ സ്ഥലത്ത് പോയതാണ്, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതുമാണ്. ഇന്നിപ്പോ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 13 ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ പിന്നെ വികസനത്തെ സംബന്ധിച്ചിടത്തോളമാണ്, നാളെയുടെ കേരളം എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് ആ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ ഏതാണ്ട് 9.5 വർഷക്കാലം പൂർത്തീകരിക്കുകയാണ്.
ഇതുവരെ അദ്ദേഹം ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം എല്ലാ ദിവസവും ഒരു 3-4 പ്രാവശ്യമെങ്കിലും പ്രതികരണം നടത്തുന്നതാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാടിന്റെ വികസനത്തെയും ജനങ്ങളുടെ ക്ഷേമത്തെയും സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉന്നയിച്ച 13 സുപ്രധാന ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മറുപടിയില്ലാത്തതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വിചിത്രമായ ന്യായങ്ങൾ നിരത്തിയും പരമ അബദ്ധങ്ങൾ പറഞ്ഞു അദ്ദേഹം ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ മോശമായി മാറ്റിയ വൻകിട പദ്ധതികളെ കണ്ണടച്ച് എതിർക്കുന്ന ചരിത്രമാണ് UDF-ന്റേത്. മുഖ്യമന്ത്രി ചോദിച്ച ഓരോ ചോദ്യവും കേരളത്തിലെ ജനങ്ങളുടെ അനുഭവമാണ്. കിഫിയെക്കുറിച്ചും K-4നെ കുറിച്ചുമൊക്കെ അനാവശ്യ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. കിഫി വഴി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നപ്പോൾ അതിനെ തകർക്കാൻ ശ്രമിച്ചവരാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. സ്കൂളുകൾ ഉൾപ്പെടെ ഇന്റർനെറ്റ് സൗകര്യം ഉറപ്പാക്കുന്ന K-4 പദ്ധതിയെ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് എന്ന് പരിഹസിച്ചവർക്ക് ഇപ്പോൾ ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയാൻ കഴിയുന്നില്ല. ദേശീയപാത വികസനത്തെയും ഗെയിൽ പൈപ്പ് ലൈനിനെയും എതിർക്കുന്നവർ ഇന്ന് ആ പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. ക്ഷേമ പെൻഷനുകൾ വോട്ട് പിടിക്കുവാനുള്ള കൈക്കൂലിയാണെന്ന് ആക്ഷേപിച്ച കോൺഗ്രസ് നേതൃത്വം പാവപ്പെട്ട ജനങ്ങളെയാണ് അപമാനിച്ചിരിക്കുന്നത്. വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ച് നാളിതുവരെ ഒന്നുപോലും നടപ്പിലാക്കാത്തവർക്ക് സർക്കാരിനെ വിമർശിക്കാൻ എന്ത് ധാർമ്മിക അവകാശമുണ്ട്? ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള ജനകീയ പദ്ധതികൾ പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയവർക്ക് ജനങ്ങൾ മറുപടി നൽകും. സിൽവർ ലൈനിന്റെ കുറ്റികൾ പിഴുതെറിഞ്ഞവർ ഇന്ന് കേരളത്തിന് വേഗ റെയിൽവേ പാത വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ വികസന വിരോധത്തിന്റെ വികൃത മുഖം ഇത്തരം കപട ന്യായങ്ങൾ കൊണ്ട് മറച്ചുവെക്കാനാവില്ല. ഉന്നയിക്കപ്പെട്ട 13 ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകണം. അല്ലാതെ രാഹുൽ വിഷയത്തിൽ CPM-നെ പ്രതിക്കൂട്ടിലാക്കുവാൻ നോക്കുന്നത് സ്വന്തം പരാജയം മറച്ചുവെക്കാനുള്ള പാർശ്വം മാത്രമാണ്. ഇത് അദ്ദേഹത്തിന്റെ കൃത്യമായി മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും മറുപടി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. ഇപ്പം നടിയെ